ഹായ് മൈ ഡിയർ സ്റ്റുഡൻസ്, നിങ്ങളുടെ ശ്രീലക്ഷ്മി മിസ് ആണ്, ലച്ചു മിസ് ആണ്. ഇന്നത്തെ വീഡിയോന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. എക്സാം ഹോളിൽ പോകുന്നതിന്റെ മുന്നേ നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം? ഈ എല്ലാ ചോദ്യങ്ങളുടെയും ആൻസേഴ്സ് കണ്ട് മനസ്സിലാക്കിയിരിക്കണം. സോ നമുക്ക് എന്ത് ചെയ്യേണ്ട, ടൈം വേസ്റ്റ് ചെയ്യാണ്ട് നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. ദ ആസിഡ് പ്രസന്റ് ഇൻ ആപ്പിൾ, അല്ലെ ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ഏത് ആസിഡ് ആണ്? മാലിക് ആസിഡ് ആണ്, അല്ലെ. ഇനി അടുത്ത ചോദ്യം എന്താണ്? വിച്ച് അമംഗ് ദ ഫോളോവിംഗ് ഇസ് known as King of Chemicals. രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? നമുക്കറിയാം കിങ് ഓഫ് ആസിഡ്സ് എന്ന് പറയുന്നത് സൾഫ്യൂരിക് ആസിഡ് ആണല്ലേ. അതേപോലെ തന്നെ കിങ് ഓഫ് കെമിക്കൽസും ആര് തന്നെയാണ്? നമ്മുടെ സൾഫ്യൂരിക് ആസിഡ് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ് സൾഫ്യൂരിക് ആസിഡിന്റെ ഫോർമുല? അതും നമ്മൾക്ക് അറിഞ്ഞിരിക്കണം. HCl എന്ന് പറയുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. H2SO4 എന്ന് പറയുന്നത് സൾഫ്യൂരിക് ആസിഡ് ആണ്. CH3COOH എന്ന് പറയുന്നത് അസറ്റിക് ആസിഡ് ആണ്. H2CO3 എന്ന് പറയുന്നത് കാർബോണിക് ആസിഡ് ആണ്. അപ്പൊ നമ്മുടെ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്, സൾഫ്യൂരിക് ആസിഡ് ആണ്. OMR ഷീറ്റിൽ നിങ്ങൾ ആൻസർ എഴുതുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. ഓരോരോ ചോദ്യത്തിന്റെ നേരെ തന്നെ ആയിരിക്കണം കറക്റ്റ് ഓപ്ഷൻസ് നിങ്ങൾ മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ. ഇനി അടുത്ത ചോദ്യം എന്താണ് ചോദിച്ചിരിക്കുന്നത്? വിച്ച് അമംഗ് ദ ഫോളോവിംഗ് സബ്സ്റ്റൻസ് ടേൺ ബ്ലൂ ലിറ്റ്മസ് ഇൻടു റെഡ്? ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കി മാറ്റുന്ന പദാർത്ഥം ഏതാണ്? ആസിഡുകളാണ്, അല്ലെ. ആസിഡ്സ് ആണ് നമ്മുടെ ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കി മാറ്റുന്നത്. ആൽക്കലികളുടെ പ്രത്യേകത എന്താണ്? റെഡ് ലിറ്റ്മസിനെ ബ്ലൂ ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. രണ്ടും അറിഞ്ഞിരിക്കണം, രണ്ടിൽ ഏത് വേണമെങ്കിലും ചോദിക്കാം. ഇനി അടുത്ത ചോദ്യം എന്താണ്? വിച്ച് അമംഗ് ദ ഫോളോവിംഗ് ഇസ് കൺസിഡർഡ് ആസ് വേൾഡ് വാട്ടർ ഡേ? യെസ്, എന്താണ്? ജലദിനം, ലോക ജലദിനം എന്നാണ്. മാർച്ച് 22. ശ്രദ്ധിക്കണം, ഡേറ്റുകൾ നമുക്ക് പലവട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോവാറുണ്ട്. ഇതേപോലത്തെ ഡേറ്റിൽ നിന്ന് നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. സോ വേൾഡ് വാട്ടർ ഡേ എന്ന് പറയുന്നത് മാർച്ച് 22. ഇനി അടുത്ത ചോദ്യം എന്താണ്? വേൾഡ് ഓഷ്യൻ ഡേ, അല്ലെ, ലോക സമുദ്ര ദിനം എന്നാണ്. സമുദ്ര ദിനം എന്ന് പറയുന്നത് ജൂൺ 8 കേട്ടോ, മാറിപ്പോവരുത്. വാട്ടർ ഡേ, വേൾഡ് വാട്ടർ ഡേ ആണ് നമുക്ക് മാർച്ച് 22. ഇനി എന്നാണ് നമ്മുടെ ലോക സമുദ്ര ദിനം, വേൾഡ് ഓഷ്യൻ ഡേ എന്ന് പറയുന്നത് ജൂൺ 8 ആണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്കാണ്. അടുത്ത ചോദ്യം എന്താണ്? വേൾഡ് ഓസോൺ ഡേ, ലോക ഓസോൺ ഡേ എന്നാണ്. സെപ്റ്റംബർ 16 ആണ്, സെപ്റ്റംബർ 16. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? വേൾഡ് മിൽക്ക് ഡേ സോൺ എന്നാണ്. ലോക ക്ഷീര ദിനം, അല്ലെ. അപ്പൊ എത്രയാണ് വരുന്നത്? മിൽക്ക് ഡേ എന്ന് പറയുന്നത് ജൂൺ 1 കേട്ടോ. മിൽക്ക് ഡേ എന്നാണ് വരുന്നത്? ജൂൺ 1 വരുന്നത്. ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്. ഡേറ്റുകൾ കറക്റ്റ് ആയിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കണം. ഇനി അടുത്ത ചോദ്യത്തിലേക്കാണ്. ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട്, കൂട്ടത്തിൽ പെടാത്തതെ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഫിനോഫ്തലിൻ, ടെർമറിക്, ഹിബിസ്കസ്, ക്ലിറ്റോറിയ. ഫിനോഫ്തലിൻ, മഞ്ഞൾ, ചെമ്പരത്തി, ക്ലിറ്റോറിയ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ക്ലിറ്റോറിയ അല്ല നമുക്ക് ആൻസർ വരുന്നത്. ഏതാണ്? ഫിനോഫ്തലിൻ ആണ് നമുക്ക് കറക്റ്റ് ആൻസർ വരുന്നത്. ബാക്കി മൂന്നിന്റെ പ്രത്യേകത എന്താണ്? ബാക്കി മൂന്നാളുകളും നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സ് ആണ്, പ്രകൃതിദത്ത സൂചകങ്ങളാണ്. ഫിനോഫ്തലിൻ എന്ന് പറയുന്നത് എന്താണ്? സിന്തറ്റിക് ഇൻഡിക്കേറ്റർ ആണ്, അല്ലെ. എന്താണ്? മാൻമെയ്ഡ് ഇൻഡിക്കേറ്റർ ആണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്കാണ്. വാട്ട് ഇസ് ദ സൊല്യൂട്ട് പ്രസന്റ് ഇൻ സോഡ വാട്ടർ? സോഡ വാട്ടറിൽ അല്ലെങ്കിൽ സോഡ വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ലീനം ഏതാണ്? ഗ്യാസ് ആണ്, നമുക്കറിയാം. ഒരിക്കലും സോഡ എന്നല്ല നമ്മൾ എഴുതി വെക്കേണ്ടത്. ഏത് ഗ്യാസ് ആണ്? കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആണ് കേട്ടോ. CO2. കാർബൺ ഡൈ ഓക്സൈഡിനെയാണ് നമ്മൾ എങ്ങനെ എഴുതുന്നത്? CO2 എന്ന് എഴുതുന്നത്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക്. ഓരോരോ ചോദ്യങ്ങളും എൻ്റെ മക്കൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓരോ ആൻസേഴ്സും പഠിച്ചു വെക്കുക കേട്ടോ. ഇനി വിച്ച് ഇസ് ദ ഗ്യാസ് ഫോംഡ് ബൈ ദ റിയാക്ഷൻ ബിറ്റ്വീൻ ആസിഡ് ആൻഡ് മെറ്റൽസ്? ആസിഡുകളും മെറ്റലുകളും, ആസിഡുകളും ലോഹങ്ങളും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാവുന്ന വാതകം ഏതാണ്? ഏത് ഗ്യാസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? യെസ്, ഹൈഡ്രജൻ ഗ്യാസ് ആണ്. മെറ്റലുകൾ ആസിഡുമായിട്ട് പ്രവർത്തിച്ച് അവിടെ ഉണ്ടാവുന്ന ഗ്യാസ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ ഗ്യാസ് ആണ്. അതേപോലെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. ഏത്? നമ്മുടെ ആസിഡുകൾ കാർബണേറ്റുകളുമായിട്ട് പ്രവർത്തിച്ച് ഉണ്ടാവുന്ന വാതകം ഏതാണ്? കാർബണേറ്റുകളാണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആണ്. എക്സ്ട്രാ ഒരു ചോദ്യം കൂടി നിങ്ങൾക്ക് ഇവിടെ കിട്ടിയിട്ടോ. ഇനി എന്താണ്? വിച്ച് ഡേ ഇസ് സെലിബ്രേറ്റഡ് ആസ് നാഷണൽ സയൻസ് ഡേ? ദേശീയ ശാസ്ത്ര ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം ഏതാണ്? ഏത് ദിവസമാണ്? ഇറ്റ് ഈസ് ഫെബ്രുവരി 28 എന്നാണ്. ഫെബ്രുവരി 28 ആണ്. ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക്. വിച്ച് അമംഗ് ദ ഫോളോവിംഗ് ഗ്യാസ് കോസസ് ഗ്ലോബൽ വാർമിംഗ്? ആഗോള താപനത്തിന് കാരണമാകുന്ന വാതകം ഏതാണ്? ഓപ്ഷൻ തന്നിരിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ്,
ഹൈഡ്രജൻ, നൈട്രജൻ, നിയോൺ. ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഇതേപോലെ ചോദ്യം ട്വിസ്റ്റ് ചെയ്തിട്ട് വേറെ രീതിയിലും ചോദിക്കാം. നമ്മുടെ ഗ്ലോബൽ വാർമിങ്ങിന് കാരണമായ 3 ഗ്യാസസിന്റെ പേരും അല്ലാത്തൊരു ഗ്യാസിന്റെ പേരും തരും. എന്നിട്ട് നിങ്ങളടുത്ത് ചോദിക്കും ഇതിൽ അല്ലാത്തത് ഏതെന്ന് ചോദിക്കും. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ഓപ്ഷൻ കാണും, ഗ്ലോബൽ വാർമിംഗ് എന്നുള്ള പേര് കാണും. ഓൺ ദി സ്പോട്ട് നിങ്ങൾ ആരും ഓപ്ഷൻ മാർക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ചോദ്യം 2 തവണ വായിക്കാം. വായിച്ചതിന് ശേഷം കംപ്ലീറ്റ് ഓപ്ഷൻസ് വായിച്ചിട്ട് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ആൻസർ നമ്മൾ മാർക്ക് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ഇനി അടുത്ത ചോദ്യമാണ്, സ്റ്റെയിൻലെസ് സ്റ്റീൽ ഡസ് നോട്ട് റസ്റ്റ്. ദ മെയിൻ റീസൺ ഫോർ ദിസ് ഇറ്റ് കണ്ടെയ്ൻസ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ തുരുമ്പിടിക്കുന്നില്ല, അതിൽ അടങ്ങിയിരിക്കുന്നത് എന്ത് കാരണം കൊണ്ടാണ്? അയേൺ ആണോ, ഇരുമ്പാണോ, ക്രോമിയം, സിൽവർ, അലൂമിനിയം? ഏതാണ്? ക്രോമിയം ആണ് കേട്ടോ. ക്രോമിയം അടങ്ങിയിരിക്കുന്നത് കൊണ്ടാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ത് ചെയ്യാത്തത്, തുരുമ്പ് പിടിക്കാത്തത്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക്, when dilute hydrochloric acid is poured into calcium carbonate dash gas is produced. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് കാൽഷ്യം കാർബണേറ്റിലേക്ക് ഒഴിക്കുമ്പോൾ എന്ത് വാതകമാണ് ഉണ്ടാകുന്നത്? നേരത്തെ പറഞ്ഞു അല്ലെ, മെറ്റലും ആസിഡും ആണെങ്കിൽ ഹൈഡ്രജൻ ഗ്യാസ് ആണ്. മെറ്റലും അതുപോലെ തന്നെ ആസിഡും ആണെങ്കിൽ ഹൈഡ്രജൻ ആണേ, മാറിപ്പോവരുത്. അതേപോലെ എന്താണ്, നമ്മുടെ കാർബണേറ്റുകളും ആസിഡും ആണെങ്കിൽ എന്ത് ഗ്യാസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആണ്. അപ്പൊ കറക്റ്റ് ആൻസർ ഏതാണ്? CO2 അഥവാ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക്, the name the acid produced by bacteria that destroys enamel. ഇനാമലിനെ നശിപ്പിക്കുന്ന ബാക്ടീരിയകൾ ഉൽപ്പാദിക്കുന്ന ആസിഡിന്റെ പേര് നൽകാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ചോദ്യമാണ് കേട്ടോ ഇത്. ഏതാണ്? ലാക്റ്റിക് ആസിഡ് ആണ്. സോ ആസിഡ് എന്ന് പറയുന്ന ടോപ്പിക് ഇറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അത് കവർ ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, നമ്മുടെ എക്സാം ഹാളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇനി അടുത്ത ചോദ്യം, which is the element present in all acids. എല്ലാ ആസിഡുകളിലും കാണപ്പെടുന്ന ഒരു മൂലകമാണ് ഡാഷ്. ഏതാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ് HCl, സൾഫ്യൂരിക് ആസിഡ് H2SO4, അതേപോലെ തന്നെ നമുക്ക് കാർബോണിക് ആസിഡ് H2CO3. ഇതിലൊക്കെ എന്തടങ്ങിയിട്ടുണ്ട്? ഹൈഡ്രജൻ അടങ്ങിയിട്ടുണ്ട് അല്ലേ. ആസിഡുകളുടെ പ്രത്യേകത എന്താണ്? വെള്ളത്തിൻ്റെ അകത്ത് ലയിപ്പിക്കുന്ന സമയത്ത് H+ അയോണുകൾ, എന്ത് അയോണുകളാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? H+ അയോണുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇവിടെ ചോദിച്ചിരിക്കുന്നത് കോമൺ ആയിട്ട് കാണപ്പെടുന്ന എലമെന്റ് ഏതാണെന്നാണ്. ഇറ്റ് ഇസ് ഹൈഡ്രജൻ ഇറ്റ്സെൽഫ് ട്ടോ. ഇനി അടുത്ത ചോദ്യം, വേർ ഇസ് ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ISRO ലൊക്കേറ്റഡ്? പലവട്ടം ഞാൻ എൻ്റെ ലൈവ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, പല ആളുകളും റിപ്പീറ്റഡ് ആയി തെറ്റിക്കുന്ന ഒരു ചോദ്യമാണ്. തുമ്പയല്ല, പകരം ഏതാണ്? ബാംഗ്ലൂർ ആണ് കേട്ടോ. നമ്മുടെ ISROയുടെ തലസ്ഥാനം എന്ന് പറയുന്നത് ബാംഗ്ലൂരു ആണ്. ഇനി അടുത്ത ചോദ്യം എന്താണ് ചോദിച്ചിരിക്കുന്നത്, വിച്ച് സബ്സ്റ്റൻസ് ഇസ് ഓൾസോ നോൺ ആസ് തുരിഷ്? തുരിഷ് എന്നറിയപ്പെടുന്ന പദാർത്ഥം ഏതാണ്? കോപ്പർ സൾഫേറ്റ് ആണ്. ഇതാണ് കോപ്പർ സൾഫേറ്റ്. നമുക്ക് വേണമെങ്കിൽ ഫോർമുല എഴുതാം അല്ലെ, CuSO4, കോപ്പർ സൾഫേറ്റ് ആണ്. ഇനി അടുത്ത ചോദ്യം, ഡാഷ് ഇസ് യൂസ്ഡ് ടു ഡിറ്റർമിൻ അസിഡിക് ഓർ ആൽക്കലൈൻ പ്രോപ്പർട്ടി ഓഫ് സബ്സ്റ്റൻസ്. പദാർത്ഥത്തിന്റെ അസിഡിക് ആൽക്കലി സ്വഭാവം കണ്ടെത്താൻ ഉപയോഗിക്കുന്ന പദാർത്ഥം ഏതാണ്? തന്നിരിക്കുന്നതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. തെർമോമീറ്റർ, ബാരോമീറ്റർ, pH സ്കെയിൽ, ഹൈഡ്രോമീറ്റർ. നമുക്കറിയാം pH സ്കെയിലാണ് ഉപയോഗിക്കുന്നത് അല്ലെ. pH സ്കെയിൽ ഉപയോഗിച്ചിട്ട് നമ്മുടെ കയ്യിലുള്ള ആസിഡിൽ ഏതാണ് സ്ട്രോങ്, ഏതാണ് വീക്ക്, അല്ലെങ്കിൽ തന്നിരിക്കുന്ന ആൽക്കലിയിൽ ഏതാണ് സ്ട്രോങ് ആൽക്കലി, ഏതാണ് വീക്ക് ആൽക്കലി എന്ന് നമുക്ക് എളുപ്പത്തിൽ പറയാൻ സാധിക്കും അല്ലെ. വാല്യൂസ് എന്ന് പറയുന്നത് 0 മുതൽക്ക് 14 വരെയാണ് ഉള്ളത്. അതിൽ 7 എന്ന് പറയുന്നത് എന്താണ് പ്രത്യേകത? ന്യൂട്രൽ ആണ് അല്ലെ. ന്യൂട്രൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസിഡിക് സ്വഭാവം കാണിക്കില്ല, ആൽക്കലി സ്വഭാവം കാണിക്കില്ല. pH വാല്യൂ 7ൽ കുറയുന്നതിനനുസരിച്ച് അസിഡിക് സ്വഭാവം കൂടുകയും pH വാല്യൂ 7ൽ കൂടുന്നതിനനുസരിച്ച് അസിഡിക് അല്ല ആൽക്കലി സ്വഭാവം കൂടുകയും ചെയ്യുന്നു. ക്ലിയർ ആണല്ലോ. pH വാല്യൂ കുറയുന്നതിനനുസരിച്ച് അസിഡിക് സ്വഭാവം കൂടുന്നു, pH വാല്യൂ 7ൽ കൂടുന്നതിനനുസരിച്ച് ആൽക്കലി സ്വഭാവം കൂടുന്നു. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, വാട്ട് പ്രോസസ് ഇസ് യൂസ്ഡ് ടു പ്രൊട്ടക്ട് മിൽക്ക് ഫ്രം ഗെറ്റിംഗ് സ്പോയിൽ? പാൽ കേടാവാതെ സംരക്ഷിക്കുന്ന പ്രക്രിയ ഏതാണ്? ദി കറക്റ്റ് ആൻസർ ഇറ്റ് ഇസ് ദ ഫസ്റ്റ് ഓപ്ഷൻ, പാസ്ചറൈസേഷൻ ആണ് കേട്ടോ. പാസ്ചറൈസേഷൻ ആണ് നമുക്ക് ഫുഡ് ആൻഡ് സേഫ്റ്റി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു ഭാഗം കൂടിയാണ്. ഇനി അടുത്ത ചോദ്യം എന്താണ്, വിച്ച് ഇസ് ദ ഗവൺമെന്റ് ഏജൻസി ദാറ്റ് ടെസ്റ്റ് ദ ക്വാളിറ്റി ഓഫ് ഫുഡ് മെറ്റീരിയൽസ്? ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം പരിശോധിക്കുന്ന സർക്കാർ ഏജൻസി ഏതാണ്? ഇറ്റ് ഇസ് FSSAI. ഏതാണ്? FSSAI ആണ്. അതേപോലെ ചിലപ്പോൾ അതിന്റെ ഫുൾ ഫോം ചോദിക്കും അല്ലെ. എന്താണ് ഫുൾ ഫോം വരുന്നത്? ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ് നമ്മുടെ FSSAIന്റെ ഫുൾ ഫോം വരുന്നത്. ക്ലിയർ ആണല്ലോ. അവിടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരരുതേ.
ബാക്കിയുള്ള ഓപ്ഷൻസ് വായിക്കുന്ന സമയത്ത് ചിലപ്പോൾ കൺഫ്യൂസ്ഡ് ആവും, നിങ്ങൾ പഠിച്ചു വെച്ചിട്ട് വേണം പോവാൻ. ഇനി അടുത്ത ചോദ്യമാണ്, വിച്ച് കെമിക്കൽ ഇസ് നോൺ ആസ് ചൈനീസ് സോൾട്ട്? ചൈനീസ് സോൾട്ട് എന്നറിയപ്പെടുന്ന രാസവസ്തു ഏതാണ്? നമ്മുടെ ഇന്ത്യാന അജ്നാമോട്ടോ എന്നൊക്കെ പറയും. ഏതാണ്? യെസ്, മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് ആണ്. ഏതാണ്? മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ്, അജ്നാമോട്ടോ. നമ്മൾ ഭക്ഷണത്തിൽ ആഡ് ചെയ്യുന്ന വസ്തു ഇല്ലേ, ആ സബ്സ്റ്റൻസ് ആണ് നമ്മൾ എന്ത് പറയുന്നത്? ചൈനീസ് സോൾട്ട് എന്നും നമ്മൾ പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ ഏതാണ്? വിച്ച് പ്രോസസ് ഒക്കേഴ്സ് വെൻ ഫുഡ് ഐറ്റംസ് ആർ കെപ്റ്റ് ഇൻ സോൾട്ട് സൊല്യൂഷൻ? സോൾട്ട് സൊല്യൂഷനകത്ത് നമ്മൾ എന്ത് ചെയ്യാണ്? ഫുഡ് സബ്സ്റ്റൻസ് ഇട്ട് വെക്കാറുണ്ട് അല്ലേ? നമ്മൾ ഉപ്പിലിട്ട് വെക്കാറുണ്ട്. പെട്ടെന്നൊന്നും ഭക്ഷണം കേടാവാറൊന്നുമില്ല അല്ലേ? അവിടെ നടക്കുന്ന പ്രോസസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് പ്രോസസ്സ്? ഓസ്മോസിസ് ആണ്. ഏതാണ്? ഓസ്മോസിസ് ആണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക്, when a substance undergo chemical reaction what happens? പദാർത്ഥം രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നമുക്കറിയാം രണ്ട് തരത്തിൽ എന്തുണ്ട്? ചേഞ്ചുകൾ ഉണ്ട് അല്ലേ? കെമിക്കൽ ചേഞ്ചും ഉണ്ട്, ഫിസിക്കൽ ചേഞ്ചും ഉണ്ട്. കെമിക്കൽ ചേഞ്ച് സംഭവിച്ചാൽ നമുക്ക് എന്ത് പറയാം? അവിടെ യെസ്, രാസമാറ്റം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം അവിടെ കെമിക്കൽ റിയാക്ഷൻ, രാസപ്രവർത്തനം നടന്നു എന്ന് പറയാം. അവിടെ എന്താണ് സംഭവിക്കുന്നത്? പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ബിക്കംസ് ന്യൂ മെറ്റീരിയൽ. ആ റിയാക്റ്റന്റുകൾ, അഭികാരങ്ങൾ അല്ലെങ്കിൽ ആ വസ്തു മാറിയിട്ട് പുതിയൊരു വസ്തുവായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്ത ചോദ്യം എന്താണ് ചോദിച്ചിരിക്കുന്നത്? വിച്ച് ചേഞ്ച് ഇസ് ദ മെൽറ്റിംഗ് ഓഫ് ഐസ്? ഐസ് ഉരുകുന്ന മാറ്റം ഏതാണ്? ഐസ് മെൽറ്റ് ചെയ്താലും അത് എന്ത് തന്നെയാണ്? H2O തന്മാത്രകൾ തന്നെയാണ് അല്ലേ? അപ്പൊ നമുക്ക് പറയാം ഇറ്റ് ഇസ് എ ഫിസിക്കൽ ചേഞ്ച് അഥവാ ഭൗതിക മാറ്റം. ഓക്കെ, ഓപ്ഷൻ ബി അല്ല, ഫിസിക്കൽ ചേഞ്ച് ആണ്, ഭൗതിക മാറ്റമാണ്. ഇനി അടുത്ത ചോദ്യം എന്താണ് ചോദിച്ചിരിക്കുന്നത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് യൂണിവേഴ്സൽ സോൾവെന്റ്? ചുവടെ തന്നിരിക്കുന്നവയിൽ സാർവിക ലായകം ഏതാണ്? ഒറ്റ ഉത്തരേ ഉള്ളൂ. വേറെ എന്ത് എക്സാമ്പിൾ കണ്ടാലും നിങ്ങൾ കണ്ണടച്ചോളൂ. വാട്ടർ ആണ് എന്ത് വരുന്നത്? യൂണിവേഴ്സൽ സോൾവെന്റ് വരുന്നത്. സാർവിക ലായകം എന്ന് പറയുന്നത് നമ്മുടെ ജലമാണ്. അത് പറയാൻ റീസൺ എന്താണ്? ജലത്തിന് മെജോറിറ്റി ഓഫ് സബ്സ്റ്റൻസുകളെയും ഡിസോൾവ് ചെയ്യാൻ സാധിക്കുന്നു അല്ലേ? ഇനി അടുത്ത ചോദ്യത്തിലേക്കാണ്, വാട്ട് ഇസ് കണ്ടൻസേഷൻ? സാന്ദ്രീകരണം എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? പാർട്ടിക്കിൾസ് അടുത്തേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പം ലിക്വിഡ് ബിക്കംസ് ഗ്യാസ്. പാർട്ടിക്കിൾസ് അടുത്തേക്ക് വരികയാണോ ചെയ്യുന്നത്? ദ്രാവകങ്ങൾ വാതകമായിട്ട് മാറുന്നു അല്ല അല്ലേ? ഇനി അടുത്ത് നോക്കിക്കേ, ഗ്യാസസ് കൂൾസ് ടു ബിക്കം ലിക്വിഡ്. വാതകങ്ങൾ ദ്രാവകമായിട്ട് മാറുന്നു. കറക്റ്റ് അല്ലേ? കറക്റ്റ് അല്ലേ? കണ്ടൻസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടൻസ് ചെയ്യുന്നു. ഗ്യാസ് പാർട്ടിക്കിൾസിനെ നമ്മൾ ലിക്വിഡ് ആക്കി മാറ്റുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് കണ്ടൻസേഷൻ എന്താണ്, ഇവാപറേഷൻ എന്താണ്, സബ്ലിമേഷൻ എന്താണെന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. നമ്മുടെ ലൈവ് ക്ലാസ്സുകൾ ഇത് മൂന്നും പറഞ്ഞിട്ടുണ്ട്. കണ്ടൻസേഷൻ എന്ന് പറഞ്ഞാൽ ഗ്യാസ് ലിക്വിഡ് ആയിട്ട് മാറുകയാണ്. സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സോളിഡ് ഗ്യാസ് ആയിട്ട് മാറുകയാണ്, ഖരം വാതകമായിട്ട് മാറുകയാണ്. ഇവാപറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ലിക്വിഡ് ഗ്യാസ് ആയിട്ട് മാറുന്നു, ദ്രാവകം വാതകമായിട്ട് മാറുകയാണ് ചെയ്യുന്നത് കേട്ടോ. ക്ലിയർ ആണല്ലോ? സെറ്റ് ആണല്ലോ? ഇനി അടുത്ത ചോദ്യത്തിലേക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എവിടെ പോയി? വാട്ട് ടൈപ്പ് ഓഫ് മിക്സ്ചർ ഇസ് മിൽക്ക് ഇൻ വാട്ടർ? പാലും വെള്ളം ഏത് തരം മിശ്രിതമാണ്? പാൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താണ്? ഹെട്രോജീനിയസ് മിക്സ്ചർ ആണ് അല്ലെ? ഭിന്നാത്മക മിശ്രിതമാണ്. പാല് ഭിന്നാത്മകമാണ്, ഹെട്രോജീനിയസ് ആണ്. അടിവര ഇട്ടോളൂ കേട്ടോ, ഒരു സംശയം വേണ്ട. അത് ഒരിക്കലും എന്തല്ല? ഹോമോജീനിയസ് മിക്സ്ചറിന്റെ എക്സാമ്പിൾ അല്ല. ഇനി അടുത്ത ചോദ്യം, വാട്ട് ആർ ദ കമ്പോണൻസ് ഓഫ് ബ്രാസ്? ബ്രാസ് അഥവാ പിച്ചള, മലയാളത്തിൽ പറയുകയാണെങ്കിൽ എന്താണ് പറയുന്നത്? ബ്രാസിനെ നമ്മൾ എന്താ പറയുന്നത്? പിച്ചളയിൽ അടങ്ങിയിരിക്കുന്ന വസ്തുക്കൾ ഏതൊക്കെയാണ്? സിങ്ക് കോപ്പർ ആണോ, അല്ലെങ്കിൽ സിങ്ക് ടിന്നാണോ, കോപ്പർ ടിന്നാണോ? ആൻഡ് നൺ ഓഫ് ദീസ്. ഇവയൊന്നുമല്ല. ബ്രാസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്നത് കോപ്പറും സിങ്കുമാണ്. ആരൊക്കെയാണ്? കോപ്പറും സിങ്കും. ഞാൻ മാർക്ക് ചെയ്തു, മാറിപ്പോവരുത്. എടാ അപ്പം നിങ്ങൾ വിചാരിക്കും മിസ്സേ കോപ്പറും ടിന്നും ഏതിലാണ് വരുന്നത്? നമ്മുടെ ബ്രോൺസിലാണ്. ബ്രോൺസിലാണ് ആര് വരുന്നത്? കോപ്പറും അതുപോലെ തന്നെ ടിന്നും വരുന്നത്. പല മക്കൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ബ്രാസും ബ്രോൺസും തമ്മിൽ മാറിപ്പോവാറുണ്ട്. BRASS ബ്രാസ് എന്ന് പറഞ്ഞാൽ സിങ്ക് ആൻഡ് കോപ്പർ ആണ്, പിച്ചള. ബ്രോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോപ്പർ ആൻഡ് ടിന്നാണ്. ഇനി അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ പ്യുവർ സബ്സ്റ്റൻസ്? ചുവടെ തന്നിരിക്കുന്നതിൽ ശുദ്ധ പദാർത്ഥം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അലൂമിനിയം, ഷുഗർ, എയർ, സോൾട്ട്. അലൂമിനിയം പഞ്ചസാര ലായനി, വായു ഉപ്പ് ലായനി. ഏതാണ്? ശുദ്ധ പദാർത്ഥമാവണമെങ്കിൽ അതിൻ്റെ അകത്ത് ഒരേ തരത്തിലുള്ള കണികകൾ തന്നെ ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത് അല്ലേ? അപ്പൊ നമുക്ക് പറയാം അലൂമിനിയം ആണ് കറക്റ്റ് ആൻസർ. കാരണം അലൂമിനിയത്തിന്റെ അകത്ത് അലൂമിനിയം മാത്രമേ ഉള്ളൂ. ഷുഗർ സൊല്യൂഷന്റെ അകത്ത് അല്ലെങ്കിൽ എന്താണ് പഞ്ചസാര ലൈനിന്റെ അകത്ത് പഞ്ചസാരയും ഉണ്ട്, ജലവും ഉണ്ട് അല്ലേ? എയറിന്റെ അകത്ത് പല തരത്തിലുള്ള ഗ്യാസുകളുണ്ട്.
ഓക്സിജൻ ഉണ്ടാവാം, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവാം, നൈട്രജൻ ഉണ്ടാവാം. ഇറ്റ് ഡിപെൻഡ്സ്. സോൾട്ട് സൊല്യൂഷൻ, ഉപ്പ് ലായനിൻ്റെ അകത്ത് ഉപ്പുമുണ്ട് ജലവുമുണ്ട്. അപ്പോൾ ഇത് മൂന്നും എന്താണ്? മിശ്രിതങ്ങളാണ് അല്ലെ, മിക്സ്ചേഴ്സ് ആണ്. പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് അലൂമിനിയം മാത്രമാണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്കാണ്. വിച്ച് among the following is not a fossil fuel? ഫോസിൽ ഇന്ധനത്തിൽ പെടാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പെട്രോളിയം, കോൾ, ബയോഗ്യാസ്, നാച്ചുറൽ ഗ്യാസ്. പെട്രോളിയം, കൽക്കരി, ബയോഗ്യാസ്, പ്രകൃതിദത്ത വാതകം. മിക്ക മക്കളും മനസ്സിൽ വിചാരിക്കും അയ്യോ ഇത് 4 കറക്റ്റ് ആൻസർ ആണല്ലോ, 4 ഫോസിൽ ഫ്യൂവൽസ് ആണല്ലോ. അല്ല, ഇതിനകത്ത് ബയോഗ്യാസ് എന്തല്ല? ഫോസിൽ ഇന്ധനമല്ല, ഫോസിൽ ഫ്യൂവൽ അല്ല. മാർക്ക് ചെയ്തോളൂ, ബയോഗ്യാസ് ആണ് ഇതിനകത്ത് എന്ത് വരുന്നത്? ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഇനി അടുത്തത്, വിച്ച് among the following is not a greenhouse gas? നേരത്തെ പറഞ്ഞല്ലേ, പല രീതിയിലും ചോദിക്കാന്ന് പറഞ്ഞു. ഗ്രീൻ ഹൗസ് ഗ്യാസ് അല്ലാത്തത് ഏതാണ്? ഓസോൺ, നൈട്രജൻ, മീത്തേൻ, വാട്ടർ വേപ്പർ. ഏതാണ്? നൈട്രജൻ ആണല്ലേ. നൈട്രജൻ എന്തല്ല? ഗ്രീൻ ഹൗസ് ഗ്യാസസ് അല്ല, ഗ്ലോബൽ വാർമിംഗ് കോസ് ചെയ്യുന്ന ഗ്യാസ് അല്ല. അപ്പോൾ ഒറ്റയാണ് ഏതാണ് ഇതിനകത്തുള്ളത്? നൈട്രജൻ ആണ്. ബാക്കി മീത്തേൻ ആവട്ടെ, വാട്ടർ വേപ്പർ ആവട്ടെ, ഓസോൺ ആവട്ടെ, ഇതെല്ലാം എന്താണ്? ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ് കേട്ടോ. ഓസോണിനെ നമ്മൾ O3 എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് ടീച്ചർ പോയിക്കോട്ടെ. അടുത്ത ചോദ്യം കാണുമ്പോൾ നമുക്ക് കുറച്ച് പേടി തോന്നുമെങ്കിലും 5ാം ക്ലാസ് മുതൽ നമ്മൾ പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ്. ദ പെർസെൻറ്റേജ് ഇൻ വിച്ച് നൈട്രജൻ ആൻഡ് ഓക്സിജൻ ആർ പ്രസന്റ് ഇൻ ദ അറ്റ്മോസ്ഫിയറിക് എയർ. അന്തരീക്ഷ വായുവിലെ നൈട്രജൻ, ഓക്സിജൻ എന്നീ വാതകങ്ങളുടെ അനുപാതം ഏതാണ്? ഏറ്റവും കൂടുതലുള്ളത് ഏതാണ്? നൈട്രജൻ ആണ് അല്ലേ. നൈട്രജൻ എത്ര ശതമാനമാണ്? 78% ആണ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ നിങ്ങൾ, നൈട്രജൻ 78% വരുന്നത് ഓപ്ഷൻ ബി മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് എന്തിനാ അവിടെ ഒരു കൺഫ്യൂഷൻ്റെ ആവശ്യം? 78% നൈട്രജനും അതുപോലെ തന്നെ 21% ഓക്സിജനുമാണ് നമുക്ക് കിട്ടുന്നത്. ക്ലിയർ ആണല്ലോ, സെറ്റ് ആണല്ലോ. ഇനി അടുത്ത ചോദ്യം, വിച്ച് സബ്സ്റ്റൻസ് ഇസ് യൂസ്ഡ് ഫോർ കൊയാഗുലേഷൻ ഇൻ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ്സ്? ജലശുദ്ധീകരണശാലകളിൽ കൊയാഗുലേഷന് വേണ്ടി ഉപയോഗിക്കുന്ന പദാർത്ഥം ഏതാണ്? ഉപ്പ്, കോമൺ സോൾട്ട് ആണോ? ആലമാണോ? ചുണ്ണാമ്പ്, ലൈമാണോ? മണൽ അഥവാ സാൻഡ് ആണോ? ഏതാണ് കറക്റ്റ് ആൻസർ? ഇതിൽ നമ്മൾ പഠിച്ചതാണ്, നമ്മൾ പഠിക്കേണ്ട സാധനമാണ്. 3ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആലം ഇസ് ദ റൈറ്റ് ആൻസർ അല്ലെ. ആലമാണ്. ആലത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അലൂമിനിയം സൾഫേറ്റ്. കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ആലം ഏതാണ്? അലൂമിനിയം സൾഫേറ്റ് ആണ് കേട്ടോ. ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടി എക്സ്ട്രാ പോയിന്റ്, എൻ്റെ ഗിഫ്റ്റഡ് സ്റ്റുഡൻസിന് വേണ്ടി എക്സ്ട്രാ പോയിന്റ് ആയിട്ട് തന്നു എന്നേ ഉള്ളൂ. ഇനി അടുത്ത ചോദ്യം, വിച്ച് സബ്സ്റ്റൻസ് ഇസ് യൂസ്ഡ് ഫോർ മാനുഫാക്ചറിംഗ് ഓഫ് സോപ്പ്? സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസ്, പദാർത്ഥം ഏതാണ്? ഓപ്ഷൻസ്: ഹൈഡ്രോക്ലോറിക് ആസിഡ്, കോസ്റ്റിക് സോഡ, സൾഫ്യൂരിക് ആസിഡ്, ബേക്കിംഗ് സോഡ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ചോദ്യം നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മുടെ ക്ലാസ്സിന് ശേഷം കമന്റ് ബോക്സിൽ ആൻസർ കമന്റ് ചെയ്യാം. ക്ലൂ ഞാൻ തരാം. സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് സബ്സ്റ്റൻസ്. സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ കോമൺ നെയിം എന്താണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും. സോ ഇന്നത്തെ ക്ലാസ് ഇഫക്റ്റീവ് ആണെന്ന് വിചാരിക്കുന്നു. എൻ്റെ മക്കൾക്ക് എല്ലാ ചോദ്യങ്ങളും സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. ക്ലാസ്സിന്റെ അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. സോ എക്സാംസ് എല്ലാവർക്കും നന്നായിട്ട് എഴുതാൻ സാധിക്കട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹം കൂടെ ഉണ്ടാവട്ടെ. ഓൾ ദി വെരി വെരി ബെസ്റ്റ്. ഓക്കെ, ഇനിയുള്ള ക്ലാസ്സിൽ കാണാം. ബൈ.